ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയിട്ടുള്ളത് നമ്മൾ വിഴിഞ്ഞം പോർട്ടിലാണ്. ഞാനും അനിയത്തിയും ഇവിടെ എത്തിയിട്ടുള്ളത്. അവിടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ വ്യൂ ആണ് കണ്ടത്, ഇവിടെ നിന്നുള്ള വൈബ്. അപ്പോൾ ഞാനും അനിയത്തിയും വൈകുന്നേരം കുറച്ച് ഓർഡറൊക്കെ നമുക്ക് കൊറിയർ ഉണ്ടായിരുന്നു. സോ അതിന് ശേഷം ഇവിടെ പോയി ഓക്കെ. ദിവ്യ എവിടെ? ദിവ്യ വാ. എൻ്റെ അനിയത്തി ഞാനും ഉണ്ട് കണ്ട. യാ, ഇവിടെ കൊള്ളാം, നല്ല രസമുണ്ടല്ലേ. പക്ഷേ നമ്മൾ കപ്പലിനെയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ വലിയ കപ്പലൊന്നുമില്ല. കുറച്ച് പേരൊക്കെ വന്ന് നിൽപ്പുണ്ട് ആൾക്കാർ. പിന്നെ എന്താ അങ്ങ് മറ്റും നമ്മൾ നോക്കിയാൽ സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇത് കണ്ട, അവിടെ നിന്ന് ബാദറൊക്കെ വെച്ചൊരു ഉപ്പില്ല ചെറിയൊരു അവർ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്ന സ്ഥലം, അങ്ങോട്ടൊക്കെ നമുക്ക് സൈഡിലേക്ക് പോകാറുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് വൈബൊക്കെയാണ്. കൊള്ളാം. യാ അങ്ങ് മറ്റേ ഇതല്ലേ ഒരു കൊച്ചിയിലുള്ള സംഭവം പൊട്ടണം. യാ ക്രെയിൻ ഹാർബർ. യാ ഇത് വിഴിഞ്ഞം ഹാർബർ. യാ അവിടെ നിറച്ച് കപ്പലുകൾ കിടക്കുന്നുണ്ടോ? കൊച്ചു കൊച്ചു കപ്പലുകളൊക്കെ അല്ല ആ സൈഡ്. കടലിൻ്റെ രാത്രി വൈബാണ്. ഇവിടെ ആ പള്ളിയുടെ ആ ലൈറ്റുകളെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. യാ ഇത് ആ സൈഡിൽ അങ്ങ് നമുക്ക് കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ആ പ്ലേസിൽ ലൈറ്റ് ഹൗസ് കാണാം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് തിരകളൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്ന സ്ഥലത്ത് നിന്ന് അനിയത്തി ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാനും ഇവിടെ യാ ആ ലൈറ്റ് ഹൗസ് എല്ലാവരും നോക്കിക്കൊള്ളണം. ആ ലൈറ്റ് ഹൗസ് അല്ലേ ഇത്? നമുക്ക് ഇപ്പോൾ കറങ്ങി വരും കണ്ട. യാ സെറ്റ് സെറ്റ്. ഫ്രണ്ട്സ്, നമ്മൾ കുറേ ദൂരെ നിന്ന് കണ്ടതിന് ഇപ്പോൾ തൊട്ടടുത്ത് വെച്ച് കാണാൻ വേണ്ടി ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. കുറച്ചടുത്താണ് ഇത്. കുറച്ച് ഇപ്പോൾ ഇറങ്ങി പോയേ. ഞാനും ദിവ്യ അങ്ങനെ അഴിമലയിലുള്ള ഒരു സ്ഥലത്തിനാണെങ്കിൽ ശിവക്ഷേത്രത്തിനടുത്ത് ഞാനും അനിയത്തി എത്തിയിട്ടുണ്ട്. ഓക്കെ, സൂപ്പറാണ് ഇവിടുത്തെ വ്യൂ. രാത്രിയാണ് നമ്മളെത്തിയത്. കുറേ പ്ലേസിലൊക്കെ പോയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ എൻട്രി ഫീസ് ഒന്നുമില്ല. ഞാൻ കരുതി അവിടെ എന്തോ എൻട്രി ഫീസൊക്കെ ഉണ്ടെന്ന്. അവിടെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും പേരില്ല. അപ്പുറത്ത് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ അനിയത്തിയോടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, ഇവിടെ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ട്. കുറേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ കണ്ട അതിൻ്റെ അവിടെ നിന്നൊരു വൈബ് സൂപ്പറല്ലേ. യാ ഇത് ഞാൻ ഇവിടെ നിൽക്കുന്ന എടുത്താടി ഇങ്ങനെ ഇതിൽ. അയ്യോ എനിക്കറിയാം. അപ്പോൾ ഞാനും ദിവ്യയോടെ വന്നപ്പോൾ മഴയൊക്കെ നല്ല രസമായിരുന്നു. ദിവ്യ ഇങ്ങനെ മഴയൊക്കെ നല്ല രസമുണ്ട്. ഓക്കെ, ഇതാ ബാഗും എല്ലാം ഒക്കെ വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നു. ഫുള്ളെല്ലാം മഴയും നനഞ്ഞിട്ടുണ്ട്. ഫുള്ള് മഴ. ഒരു പ്രത്യേക ഒരു ആദ്യം ഒരു ചെറിയൊരു മഞ്ഞ് പോലെ അവിടെ വന്നിട്ട് ഫുള്ള് മഴയാണ് പെയ്ത്. ആ ഡ്രസ്സുകളാണ് മഴയായതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും എനിക്ക് ഇവിടെ കോട്ടൊക്കെ ഇട്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോകണം. ഓക്കെ, അപ്പോൾ നല്ല മഴയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കൊണ്ട് ഇവിടുത്തെ ചുറ്റുപാടുമൊക്കെ സൂപ്പറാണ്. കുറേ പേരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരെല്ലാം ചേർന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റോപ്പിൽ പോകുന്നു. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ പറയൂ.
ഓക്കെ, നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിവിടെ എത്തിയതിൻ്റെ. ഇവിടെ നിന്നാണ് നമ്മൾ അകത്തേക്ക് പോയത്. അതിനുശേഷം മഴയാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ പാർട്ട് രാത്രിയാണ്. ഓക്കെ, നമ്മൾ ബൈക്ക് വെച്ച് ഞാൻ അവിടെ അനിയത്തിയുണ്ട്. ഇവിടെ നിന്നാണ് അതിൻ്റെ വ്യൂ, നമ്മൾ അകത്തേക്ക് പോയ വ്യൂ എല്ലാം കാണിച്ചു. സോ ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യുന്നു. ബൈ ബൈ. മഴയത്ത് ഇപ്പോൾ അനിയത്തിനും ചീത്ത വിളിയൊക്കെ ഞാൻ അപ്പോൾ